എൻ്റെ കയ്യിൽ കുറച്ച് ബ്രെഡ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട്. അപ്പോൾ സാൻഡ്വിച്ചിൻ്റെ പ്രധാന ഘടകം മയണൈസ് ആണല്ലോ. അപ്പം ഒരു മയണൈസും കൂടി ഉണ്ടാക്കി. അതും വളരെ ഹെൽത്തി ആയിട്ടുള്ള, എണ്ണയൊന്നും ഉപയോഗിക്കാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മയണൈസാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാൻ ബ്രെഡ് ആദ്യം എടുത്തു. ഏകദേശം ഒരു 10 പീസോളം, ഇതൊരു 10 പീസോളം ബ്രെഡുണ്ട്. അപ്പം അതിനുശേഷം ഞാൻ ഈ 2 ബ്രെഡ് വീതം എടുത്ത് അതിൻ്റെ ബ്രൗൺ ഭാഗം, അതിൻ്റെ അരികു ഭാഗം, മുരിഞ്ഞ ഭാഗം ഒന്ന് മുറിച്ച് കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഞാൻ അങ്ങനെ മുറിക്കുകയാണ്. നമ്മളെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ബ്രെഡ് എടുത്ത് മുറിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മുറിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ബ്രെഡാണ്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് മുറിക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് മുറിഞ്ഞ് പോരും നമ്മൾ മുറിക്കുമ്പോൾ. അപ്പം ഞാൻ അങ്ങനെ അതിൻ്റെ എല്ലാത്തിൻ്റെയും അരികു ഭാഗം ഞാനങ്ങനെ മുറിച്ച് വയ്ക്കുകയാണ്. ഈ ഒരു രീതിയിൽ അങ്ങനെ മുറിച്ചു. ഞാൻ എല്ലാ ബ്രെഡും അതുപോലെ അരിക മുറിച്ച് വെച്ചു. ഇനി നമ്മൾക്ക് വേണമെങ്കിൽ ഇപ്പം ഇത് മുറിച്ച് വയ്ക്കാം. അല്ല എങ്കിൽ നമ്മൾക്ക് നമ്മളുടെ വെജിറ്റബിളും മയണൈസും ഒക്കെ കൂടി അതിൻ്റെ അകത്ത് വെച്ചതിന് ശേഷം നമ്മൾക്ക് മുറിച്ചെടുക്കാം. ഞാൻ എന്തായാലും ഇപ്പോൾ ഒന്ന് മുറിച്ച് വെക്കുകയാണ്. നമ്മൾ കത്രിക കൊണ്ട് മുറിക്കുകയാണെങ്കിൽ നമ്മൾക്ക് വളരെ പെട്ടെന്ന് മുറിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാനൊരു കത്രിക ഉപയോഗിച്ച് അതിങ്ങനെ ഈ ഒരു രീതിയിൽ അതങ്ങ് മുറിച്ച് വയ്ക്കുകയാണ്. അല്ല എങ്കിലും നമ്മൾക്ക് നമ്മളുടെ അകത്ത് വയ്ക്കാനുള്ള സംഗതികളൊക്കെ വെച്ചതിന് ശേഷം മുറിച്ചാലും മതി. എങ്ങനെ മുറിച്ചാലും കുഴപ്പമില്ല. അപ്പം ഞാനിപ്പോൾ അതെല്ലാം അങ്ങ് മുറിച്ച് വെച്ചു. അതവിടെ ഇരിക്കട്ടെ. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തു. അതിലേക്ക് ഞാൻ ഒരു മുട്ട പുഴുങ്ങിയത് ഞാൻ കഷ്ണിച്ചെടുത്തതാണ്. ഒരു മുട്ട കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് മതിയല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ 3 അല്ലി വെളുത്തുള്ളി ഇട്ടു. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ബട്ടറും കൂടി ഇട്ടു. ബട്ടർ തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഇട്ടാൽ മതി. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ടു. 1/2 ടീസ്പൂണോളം ഉപ്പും ഇട്ടു. അതിനുശേഷം 1 ടീസ്പൂണോളം പഞ്ചസാര ഇട്ടു. പിന്നെ അതിനകത്തേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം റൂം ടെമ്പറേച്ചറിലുള്ള തിളപ്പിച്ചാറ്റിയ റൂം ടെമ്പറേച്ചറിലായി കഴിഞ്ഞ് നമുക്കതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂണോളം വിനീഗറും കൂടി, ആപ്പിൾ സിഡർ വിനീഗറും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ മയണൈസ് റെഡിയായി. കണ്ടോ, വളരെ നല്ല കട്ടിയുള്ള നല്ല ടേസ്റ്റിലുള്ള മയണൈസ് ഇവിടെ റെഡിയായി. നമ്മൾ എണ്ണയോ ഒഴിച്ചില്ല, ഒന്നും ഒഴിച്ചില്ല. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് മയണൈസ് എപ്പോഴും ഉണ്ടാക്കാം അല്ലേ. നമ്മളുടെ ഹെൽത്തിനൊന്നും ഒരു ദോഷവും ഇല്ല. നമ്മൾക്ക് എപ്പം മയണൈസ് ആവശ്യമുണ്ടോ അപ്പോഴത്തേക്ക് മാത്രം ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റും പോകും, അതത്ര നല്ലതുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇത് ആവശ്യമുള്ള സമയത്ത് മാത്രം ഇങ്ങനെ ജസ്റ്റ് ഒരു മുട്ട പുഴുങ്ങുക, ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ. വളരെ എളുപ്പമല്ലേ. ഇനി ഞാൻ ഒരു സവോള വളരെ ചെറുതായിട്ട് അരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ ഒരു ടൊമാറ്റോ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, അതും കൂടി ഇട്ട് കൊടുത്തു. ഒരു പിടി മല്ലിയില അതും കൂടി ഇട്ട് കൊടുത്തു. മല്ലിയില ഒന്ന് ചതച്ച് ഞാൻ ഇട്ട് കൊടുത്തു, അതുകൊണ്ടാണ് ആ കളറ് വരുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ മയോണൈസ് അതും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക്. അതിനുശേഷം നമ്മൾക്കതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമുക്ക് വളരെ ടേസ്റ്റായിട്ടുള്ള നമ്മളുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഞാൻ ആ മിക്സിൻ്റെ ജാറിലുള്ള മയണൈസ് മുഴുവൻ വടിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു ലേശം ടൊമാറ്റോ സോസും കൂടി, ഏകദേശം
2 ടീസ്പൂണോളം ടൊമാറ്റോ സോസും കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളുടെ മിക്സിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബ്രെഡിൻ്റെ അകത്ത് വെച്ച് നമ്മൾ ഫില്ല് ചെയ്യാം. നമ്മൾക്ക് ഓരോ പീസും എടുത്തിട്ട് നമ്മൾ മുറിക്കുന്നതിന് മുമ്പ് തേച്ച് കൊടുക്കുന്നതാണ് നമുക്ക് എളുപ്പം. പക്ഷെ ഞാനിങ്ങനെ മുറിച്ച് പോയി, അതുകൊണ്ട് തന്നെ ഇപ്പം തേച്ച് കൊടുക്കുകയാണ്. ഞാൻ എല്ലാത്തിലും നന്നായിട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. വളരെ ടേസ്റ്റായിട്ടുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ, നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ നമ്മളുടെ മയണൈസ് ആണെങ്കിൽ നിമിഷ നേരം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മളുടെ ഹെൽത്തിനും ദോഷമില്ല, അതുപോലെ തന്നെ വളരെ ടേസ്റ്റുമാണ്. ഒരു മുട്ട കൊണ്ട് നമ്മൾക്ക് ഇത്രയും ബ്രെഡിൻ്റെ അകത്ത് വയ്ക്കാനുള്ള ഫില്ലിങ് നമുക്ക് റെഡിയാക്കാൻ പറ്റും. മയണൈസും കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത് മയണൈസ് ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. അപ്പം നമ്മൾക്ക് ഇതുപോലെ ടേസ്റ്റ് ആയിട്ടുള്ള സാൻഡ്വിച്ചും പിസ്സയും ഒക്കെ നമ്മൾക്ക് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. കണ്ടോ, അങ്ങനെ ഞാൻ എല്ലാത്തിലും ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചു. അങ്ങനെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള സാൻഡ്വിച്ച് ഇവിടെ റെഡിയായി. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.